നമ്മുടെ പെണ്ണുക്കര ഭാഗത്തുള്ള ഗീതാ പ്രസാദ് എന്ന വീട്ടമ്മ ഇന്ന് നമ്മുടെ വിപണിയിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ന് വഴുതനങ്ങയുമായിട്ട് വന്നു. പിടിച്ചുപറിയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും അതുപോലെ തന്നെ പിടിച്ചുപറിയായിരുന്നു. അപ്പം നമ്മുടെ വിപണി നൽകിയ ആവേശത്തിൽ ഇദ്ദേഹം കൃഷി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പച്ചക്കറി വ്യാപകമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പോകുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇദ്ദേഹം നല്ല രീതിയിൽ കൃഷി ചെയ്തുവെങ്കിലും അയൽവക്കക്കാർക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വീതം വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം മേടിക്കാൻ ആളില്ല. അപ്പം അതിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. പറഞ്ഞ എന്താണ് സമൂഹത്തിന് നൽകാനുള്ള മെസ്സേജ്? ഈ വിപണി കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആല സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ ആല സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ കോളേജിലും NSS കോളേജിലും ഒക്കെ ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വിഭാഗത്തിന് ശേഷം ഞാൻ ജാർഖണ്ഡിലായിരുന്നു, ജംഷഡ്പൂർ ടാറ്റയിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ ഞാനിവിടെ എത്തിയിട്ട്. അന്നപ്പോൾ എനിക്ക് കൃഷി നേരത്തെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഒക്കെ കൃഷി ചെയ്യുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ വർഷം പയറ്, വെണ്ട, മുളകൊക്കെ നട്ടിരുന്നു. അതൊക്കെ എൻ്റെ വീട് പണിയുന്ന സാറിനും പണിക്കാർക്കും ഒക്കെ കുറേ കൊടുത്തു, അയൽവക്കക്കാർക്കും ഒക്കെ കൊടുത്തു. പിന്നെയാണ് ഈ വിപണിയെപ്പറ്റി അറിയാൻ എനിക്ക് സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വഴുതനങ്ങ കൊണ്ടുവന്നിരുന്നു. വഴുതനങ്ങ മാത്രമേ ഇപ്പോൾ കൃഷിയുള്ളൂ. ഏത്തക്കൊല ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റുപോയി. പിന്നെ അന്നും കൊണ്ടുവന്നു, അപ്പം തന്നെ എനിക്ക് വിറ്റുപോയി. ഇപ്പോഴും എനിക്ക് വിറ്റുപോയി. ഇങ്ങനൊരു ഒരു വിപണി ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. വെണ്ടയും പയറും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വെള്ളനയുടെ തയ്യുമുണ്ട്, വെണ്ടയുടെ ഇതിൻ്റെ ഏത്തവാഴയുടെ വിത്തുമുണ്ട് നമുക്ക് വിൽക്കാനായിട്ട്. ഓക്കെ. ആല സ്കൂളിൽ ഏത് വർഷമാണ് പഠിച്ചത്? 10ാം ക്ലാസ്സിൽ? ഞാൻ 79 ആല സ്കൂളിൽ 10 പഠിച്ചതാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇന്ന് ആല സ്കൂളിൽ പഠിച്ച ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം പഠിച്ച ആൾക്കാരുടെ ഒരു എല്ലാവർക്കും പരസ്പരം കാണാനായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡിസംബർ മാസം 22-ാം തീയതി ആല സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം വെച്ച് വലിയൊരു സംഭവമായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു ക്ലാസ്സിൽ പഠിച്ചവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ടുള്ള ഒരു സംവിധാനം ഒന്നുകിൽ ആല വിപണിയുടെ സ്ഥലത്ത്, ഡിസംബർ 22-ാം തീയതി ആല വിപണിയുള്ള ദിവസമാണ്, ഒന്നുകിൽ ഡിസംബർ 22-ാം തീയതി ആല വിപണിയുടെ സ്ഥലത്ത്, അല്ലെങ്കിൽ അതുപോലെ നല്ല പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിരിവുകളോ അങ്ങനെയുള്ള യാതൊരു പരിപാടികളും ഇല്ല. അവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്. ബുക്കിൽ പേരോട് എഴുതി ഫോൺ നമ്പറോട് എഴുതുക കേട്ടോ.